ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കുറേ ദിവസമായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ചെറിയ ഓരോരോ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് വീഡിയോ ഇടാൻ ഇത്ര ലേറ്റ് ആയത്. അപ്പോൾ ഇന്നൊരു അടിപൊളി റെസിപ്പി ആയാലോ? പെരി പെരി അൽഫാം. നല്ല സ്പൈസി ആയിട്ടുള്ള അടിപൊളി അൽഫാമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കുറച്ച് വലിയ പീസായിട്ടാണ് ചിക്കൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ക്ലീൻ ചെയ്ത് ഒരു 2-3 വരകൾ ഇട്ട് വെക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഉണക്കമുളകാണ്. ഞാൻ ഇവിടെ 6 ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത്. നല്ല തിളച്ച വെള്ളത്തിൽ ഇത് കുറച്ചു നേരം കുതിർത്ത് വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി, ഒരു സവാള, 1/2 ക്യാപ്സിക്കം, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില എന്നിവയാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ കുതിർത്ത് വെച്ച മുളകും സവാളയും തക്കാളിയും ചെറുതാക്കി മുറിച്ചതും ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ജാറിലേക്ക് ആഡ് ചെയ്ത് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയാണ് നന്നായി പിഴിഞ്ഞെടുക്കുക. പിന്നീട് ഒരു സ്പൂൺ വിനാഗിറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കുരുമുളകും കാഷ്യൂനട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ചിക്കനിലേക്ക് പിടിക്കാൻ ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നീട് 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മളെ പൊടികൾ ഏകദേശം ആയി. അവസാനമായി 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള അടിപൊളി മസാലയാണിത്. ഇനി ഇത് ചിക്കനിലേക്ക് ഇട്ട് നന്നായി ഒന്ന് പിടിപ്പിച്ചെടുത്ത് റെസ്റ്റിന് വെക്കുക. ഇതിൽ മസാല തേക്കുന്ന സമയത്ത് വരകൾ ഇട്ടതിന്റെ ഉള്ളിലേക്കൊക്കെ മസാല എത്തുന്ന വിധത്തിൽ മസാല തേക്കുക. അങ്ങനെ ഇത് റെസ്റ്റിന് വെക്കുക. ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും. ഈ ഒരു മസാല ഇതിലേക്കെല്ലാം പിടിച്ചു വരുന്ന സമയത്ത് ഈ റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഞാനിത് 4 മണിക്കൂറാണ് റെസ്റ്റിന് വെക്കുന്നത്. 4 മണിക്കൂർ കഴിഞ്ഞ് തുറന്നു നോക്കിയിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് എയർ ഫ്രയറിലാണ് സെറ്റ് ചെയ്യുന്നത്. ഞാൻ എയർ ഫ്രയർ 180 ഡിഗ്രിയിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ട്രേയിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. 180 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് ആണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ ആവുമ്പോഴത്തേക്കും അതിന്റെ സോസ് ഒന്ന് നമുക്ക് റെഡിയാക്കി എടുത്താലോ? പെരി പെരി സോസ്. അതിനായി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത്. അത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. കൈ എടുക്കാതെ തന്നെ നന്നായി ഇത് ഇളക്കി കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴേക്കും 12 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഓരോ കഷ്ണങ്ങളായി തിരിച്ചിട്ട് കൊടുത്ത് ജസ്റ്റ് അതിന്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും ഇതൊന്ന് ക്ലോസ് ചെയ്യുക. ഇനി ഒരു 13 മിനിറ്റും കൂടി ബാലൻസ് ഉണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നന്നായി കുക്കായിക്കൊള്ളും. അപ്പൊ നമ്മുടെ ഫ്രൈ പാനിലുള്ള സോസ് ഇവിടെ റെഡി ആവുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ടതിന് ശേഷം നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1/2 സ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് 1/2 സ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള പെരി പെരി മസാല ഇവിടെ റെഡിയാകും കേട്ടോ. ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ഇനി ഒരു 7 മിനിറ്റ് ആവുന്ന സമയത്ത് ഈ ഒരു എയർ ഫ്രയർ തുറന്ന് നമ്മുടെ ഈ ഒരു പെരി പെരി മസാല ഇതിന്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മസാല ഈ ഒരു തിക്നെസ് തന്നെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ സ്പൂണ് കൊണ്ട് ഈ ഒരു ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ബ്രഷ് കൊണ്ട് നന്നായി ഒന്ന് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും എയർ ഫ്രയറിലേക്ക് ഇട്ട് സെറ്റ് ചെയ്യാം. ഇനി ജസ്റ്റ് ഒരു 3 മിനിറ്റ് ആവുന്ന സമയത്ത് ഇത് തിരിച്ചുമിട്ട് അപ്പുറത്തെ പോർഷനിലും കൂടി ഇതേ മസാല സ്പ്രെഡ് ചെയ്താൽ കറക്റ്റ് ഒരു എൻഡ് ആവുമ്പോഴത്തേൻ്റെ ചിക്കൻ സ്പൈസി ആയിട്ടുള്ള പെരി പെരി മസാല നമുക്ക് റെഡിയായി കിട്ടും. കരിഞ്ഞൊന്നും പോവാതെ നല്ല ജ്യൂസി ആയിട്ടും സ്പൈസി ആയിട്ടുമുള്ള അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു പെരി പെരി അൽഫാം തന്നെയാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വീട്ടിൽ തന്നെയുള്ള പച്ചക്കറികളും കാര്യങ്ങളും ഉപയോഗിച്ച് ചിക്കൻ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് എയർ ഫ്രയർ ഉപയോഗിച്ചൊരു പെരി പെരി അൽഫാം ഇനി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ശരിക്കും ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ നമ്മുടെ പെരി പെരി സോസാണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് വരുന്നത്. ആ ഒരു എരിവും പുളിയും എല്ലാം ചേർന്ന് ആ ചിക്കൻ ഒരു ജ്യൂസി ആയിട്ട് ഒരു സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എയർ ഫ്രയർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഒന്ന് എന്നെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.